നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ചാലക്കുടി പുഴയുടെ തീരത്താണ്. അതിരപ്പള്ളിയിലേക്ക് പോകുമ്പോൾ അതിരപ്പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ്, സിൽവർ സ്റ്റോം എത്തുന്നതിന് മുമ്പ്, ഡ്രീം വേൾഡെല്ലാം കഴിഞ്ഞ് സിൽവർ സ്റ്റോം എത്തുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ചാലക്കുടി പുഴയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. പനകളൊക്കെ നിറഞ്ഞ് ഈ പനകളുടെ ഇടയിൽ കൂടെ ഇങ്ങോട്ടുള്ള ചെറിയ വഴി കാണാം. ഇവിടെയായിട്ട് ചെറിയ തട്ടുകടകളെല്ലാം ഉണ്ട്. ഇതുവഴി പോകുന്നവരെല്ലാം ഒന്ന് വിശ്രമിച്ച് ഈ പുഴയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമാണിത്. വെള്ളം കുറവുള്ള സ്ഥലത്ത്, അതായത് വലിയ മഴക്കാലത്തൊന്നും ഇവിടെ ഇറങ്ങാൻ കഴിയില്ല. വളരെ ഒഴുക്കുള്ളതും അപകടം പതിയിരിക്കുന്നതുമായ ഒരു സ്ഥലമാണ്. മഴയെല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ അല്പം കുറവുള്ള സമയത്ത് ഇവിടെ ഇറങ്ങിയാൽ വളരെ റിസ്ക് ഒന്നുമില്ലാതെ ഇവിടെ പുഴയിൽ ഇറങ്ങാനും കുളിക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളങ്ങനെ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ വണ്ടി സൈഡാക്കി നിർത്തിയതിനു ശേഷം ഈ പുഴയുടെ തീരത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ ഈ പുഴയുടെ തീരത്തെത്തി. വെള്ളം വളരെ കുറവാണ്. എന്നിരുന്നാലും നമുക്ക് അധിക ദൂരമൊന്നും ഉള്ളിലേക്ക് നടക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയില്ല എവിടെയാണ് വളരെ ഒഴുക്കുള്ളതെന്നും അതുപോലെ തന്നെ എവിടെയാണ് വലിയ കുഴികളുള്ളതെന്നും അറിയില്ല. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും വെള്ളത്തിൽ ഇറങ്ങാൻ നിന്നില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് കാഴ്ചകളെല്ലാം കണ്ട് ഒന്ന് പോകാമെന്ന് കരുതി. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര സിൽവർ സ്റ്റോം പാർക്കിന് മുമ്പിൽ കൂടിയുള്ള പാലത്തിൽ കൂടെ ഈ റിവർ ക്രോസ് ചെയ്തിട്ട് ഫോറസ്റ്റിൽ കൂടി, അതായത് പ്ലാന്റേഷൻ ഫോറസ്റ്റിനെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്രയാണ്. അവിടേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കൂടെ നിങ്ങൾക്കും ഈ കാഴ്ചകൾ കാണിച്ച് തരാമെന്ന് കരുതി. വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെ, തെളിഞ്ഞ വെള്ളമാണ്. വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ. പുഴയുടെ മറു സൈഡിൽ കാണുന്ന വൃക്ഷങ്ങളുടെ പച്ചപ്പും ആകാശത്തിന്റെ കളറും അതുപോലെ ഈ പുഴയുടെ ഒഴുക്കുമെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കാനായിട്ട് പറ്റിയ സമയമാണ്. നമ്മൾ പോയത് രാവിലെയാണ്. ഇവിടെ പോയത് രാവിലെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതുവഴിയുള്ള ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയമേ ആവുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ ചെന്നപ്പോൾ തൊട്ടപ്പുറത്ത് കുറച്ച് പേര് കുളിക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും മറ്റാ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം വാഹനം നിർത്തി ഇവിടെ കുളിക്കുന്ന കാഴ്ച ഒരു പതിവാണ്. ഇപ്പോഴെന്തായാലും തമിഴ്നാട് ടൂറിസ്റ്റുകൾ ആരും ഇവിടെ വന്നു കണ്ടിട്ടില്ല. ഞങ്ങളെ കൂടാതെ മറ്റ് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ശാന്തമായിട്ടാണ്, വളരെ തിക്കും തിരക്കൊന്നും ഇല്ലാതെ ഞങ്ങൾ അല്പനേരം ഇവിടെ നിന്ന് കാഴ്ചകളെല്ലാം കണ്ടു. ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണിത്. അതിരപ്പള്ളിയിലേക്ക് പോകുന്നവരെല്ലാം ഇവിടെയെല്ലാം നിന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പോകുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ നിർത്താതെ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണില്ല. അതിരപ്പള്ളി എത്തുന്നതിന് മുമ്പായിട്ട്, സിൽവർ സ്റ്റോം പാർക്ക് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ സ്ഥലം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ മരത്തിന്റെ ഇടയിൽ കൂടെ അല്പം കൂടി സൈഡിലേക്ക്, പുഴയുടെ മറു സൈഡിലല്ല, നമ്മൾ ഈ പാറക്കെട്ടിന്റെ
മുകളിൽ കൂടെ കയറിയിട്ട് ഈ വൃക്ഷം നിങ്ങളുടെ മറു സൈഡിൽ നിന്നിട്ടുള്ള കാഴ്ചകൾ കൂടി ഒന്ന് കാണാം. കുട്ടികളായിട്ടും ഒക്കെ വരാനായിട്ട് പറ്റിയ സ്ഥലമാണ്. ഇവിടെ കാണുന്ന ഈ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമെന്ന് പറയാൻ പറ്റില്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല വെള്ളച്ചാട്ടങ്ങളാണ്. ഇവിടെയൊക്കെ കളിക്കാനായിട്ടൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലമാണിത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഴുക്ക് ഒന്നല്ലാതെ വളരെ ക്ലിയർ ആയിട്ടുള്ള നല്ല തണ്ണീർ പോലുള്ള വെള്ളമാണിത്. കുട്ടികളെല്ലാം ഈ വെള്ളത്തിൽ ഇറക്കുന്നതിന് വേണ്ടിയൊന്നും യാതൊരു മടിയും തോന്നേണ്ട കാര്യമില്ല. അത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നാച്ചുറലായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിനുകൊണ്ട് സൗകര്യങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ പാറക്കെട്ടിന്റെ മുകളിൽ കൂടെയൊക്കെ തന്നെ ഇറങ്ങണം. വെള്ളം ഒഴുകുന്നത് വളരെ ശാന്തമായി തോന്നിയാലും ഒരുപക്ഷെ നല്ല ഒഴുക്കുണ്ടായിരിക്കും. ദൂരം അങ്ങോട്ട് പോയില്ല, കാരണം അവിടെ മറ്റു പലരും അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് അധികം പോയില്ല. പുഴയിൽ പല സ്ഥലത്തും ഇങ്ങനെ പാറക്കെട്ടുകളാണ് ഉള്ളത്. പുഴയുടെ അടിത്തട്ടിലേക്ക് നോക്കിയാലും മണ്ണോ മണലോ അല്ല കാണുന്നത്, പാറകൾ തന്നെയാണ്. ചാലക്കുടി പുഴയിൽ അതിരപ്പള്ളിയിലും വാഴച്ചാലും എല്ലാം കൂടുതൽ ഭാഗത്തും കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. കൂടുതൽ സൈഡിലും പാറകളാണ്. ഞങ്ങൾ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങളുടെ ട്രിപ്പിന്റെ യാത്ര തുടരുകയാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ച നിങ്ങളിലേക്ക് കൂടി പകർന്ന് കാണിക്കുന്നതിന് വേണ്ടി കാണിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ യാത്രയിൽ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളുള്ള അടുത്ത വീഡിയോകളിലായിട്ട് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. തുടർന്നും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ എൻഗേജ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇവിടെ നിർത്തിട്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.